ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡോമിൽ നിന്ന് നേരെ ഇറങ്ങി. നമ്മളിപ്പം വന്നിരിക്കുന്നത് സീസൺ മോളിലാണ്. അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു. അപ്പം സീസൺ മോളിലെ ക്രിസ്മസ് നൈറ്റിലെ വ്യൂസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. അപ്പം ഈ പൂനെയിലെ ക്രിസ്മസ് നൈറ്റൊക്കെ കൂടുതലും കാണാൻ പറ്റുന്നത് മോളുകളിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാര്യം ഇവിടെ അങ്ങനെ വീടുകളിലെ ലൈറ്റ്സും അതുപോലെ തന്നെ സ്റ്റാർസും ഒന്നും അങ്ങനെ ഇട്ടൊന്നും കാണാറില്ല. അപ്പം കുറച്ചെങ്കിലും ഒരു സെലിബ്രേഷൻ മൂഡ് നമുക്ക് കാണാൻ പറ്റുന്നത് മാളുകളിലാണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും മോളിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു വൈബ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടി. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല അതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സാന്താക്ലോസും കുറേ തീമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കയറി പോകുമ്പോൾ തന്നെ മുകളിലോട്ട് കയറി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പം ഇത് സോപ്പ് വെള്ളമാണ് നമ്മളിത് കാണുന്നത്. ഞാൻ ആദ്യം കരുതി ഇത് പഞ്ഞിയാണെന്ന്. അപ്പോൾ പഞ്ഞിയല്ല, സോപ്പ് പത ഇങ്ങനെ പതച്ചിട്ടിട്ട് അതിലിങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ സ്റ്റെയറിൽ ഓരോ സ്റ്റെപ്പുകളിലായിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്നോ ഫീലിംഗ് നമുക്ക് സ്നോ പോലെ തോന്നും വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക്. ആ ഒരു തീമിലാണ് അവരവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തോട്ട് പോയിട്ട് അകത്തോട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ അകത്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്മസ് തീമിൽ അകത്തും നല്ലതുപോലെ തീം മെയിൻറ്റെയിൻ ചെയ്ത് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ മോളിലാണെങ്കിലും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞത് ഇവിടെ സാധാരണ അങ്ങനെ ഒരു ആളനൊക്കെ ഇല്ലാത്തൊരു മോളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ വന്നതുകൊണ്ടാണോ അതോ നമ്മൾ വന്ന സമയം കറക്റ്റ് ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്ന. കാര്യം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ മക്കളെയൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കണം. കാര്യം ഒന്നാമത്തെ കാര്യം അവർക്ക് ഇവിടുത്തെ ഭാഷ അറിയത്തില്ല, ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. അവർക്ക് ഇവിടുത്തെ ഭാഷ അറിയത്തില്ല, ഇവിടുത്തെ ഉള്ളവർക്ക് അവരുടെ ഭാഷ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്സായാലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര മക്കളിങ്ങനെ പിടിച്ച് നിർത്തിയേക്കുമായിരുന്നു. കൂടാതെ എല്ലാവരുടെയും ഫോണ് ഓഫായിരുന്നു. എല്ലാവരുടെയും ഫോണിൽ ചാർജ് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ മക്കളെ ഒന്ന് പിടിച്ച് നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടാണ്. അപ്പോൾ എല്ലാവരുടെയും ഫോൺ ഓഫ്, എൻ്റെ ഫോൺ മാത്രം കുറച്ചെങ്കിലും ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരവിടെ പിടിച്ചെങ്ങനെയും നിർത്തി അവരിങ്ങനെ ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തരുന്നുണ്ട്. ഉറങ്ങിയൊക്കെ എണീറ്റതുകൊണ്ടായിരിക്കും, അവർക്ക് അത്രയ്ക്ക് മൂഡൊന്നും ഇല്ലായിരുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മോളി വന്നേലേ ഒരു ഫോട്ടോ എങ്കിലും എടുത്തേക്കാം, ഒരു മെമ്മറി ആണല്ലോ ഫോട്ടോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ കരുതി എന്നാൽ പിന്നെ താഴോട്ട് തന്നെ പോകാം. അപ്പോൾ താഴോട്ട് പോയി അവിടെ ഗെയിം സെക്ഷനിലോട്ട് കണ്ടപ്പോൾ മക്കൾക്ക് അതിൽ കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ മാളൂട്ടിയും കയറ്റി, പിങ്കിയും ജാനിയും കയറിയിട്ടുണ്ട്, ചേച്ചിയും കൂടെ കയറിയിട്ടുണ്ട്. കാര്യം മോള് തീരെ ചെറുതായതുകൊണ്ട് തന്നെ പാരൻസ് ആരെങ്കിലും ഒരാൾ ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയും കൂടെ കയറിയിട്ടുണ്ട്. എന്നോടും പറഞ്ഞതാണ് ഇവരാരെങ്കിലും മടിയിൽ പിടിച്ചിരുത്തിയിട്ട് എടുക്കാൻ. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല, അവർ പോയി എൻജോയ് ചെയ്യട്ടെന്ന് കരുതി. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, വെളിയിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തിരക്കും ഉണ്ട്, ആൾക്കാരൊക്കെ പിന്നും വന്നുകൊണ്ടും ഇരിക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വൈബ് മൊത്തം ഈ മോളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പിങ്കിയും ജാനിയും ചേച്ചിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചത്. കാര്യം ആ ഇടയ്ക്ക് ഇരിക്കുന്ന ആ ഒരു കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിനോടൊന്ന് മാറി കയറാൻ പറഞ്ഞപ്പോൾ അത് മാറത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവരെല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ഒരാളും കൂടെ വന്നുപോയി. എന്നാലും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരെല്ലാം ഹാപ്പി ആയിട്ട് തന്നെ വന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാർഡ് എടുക്കണം, ഒരു കാർഡ് 500-ൻ്റെ ഒരു കാർഡാണ്. ആ കാർഡ് എടുത്തിട്ട് നമുക്ക് 2-3 ഗെയിം, അപ്പോൾ 3 പേരുള്ളത് കൊണ്ട് നമുക്ക് 2 ഗെയിം കളിക്കാം. ഗെയിമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെ കാർഡൊക്കെ എടുത്തു അവരിങ്ങനെ ഗെയിമൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെയും കുറേ റൈഡ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇത് കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ അധികം പേടിക്കത്തില്ല. വേറെയൊക്കെ കണ്ടാൽ നമുക്ക് കുറച്ച് പേടി പോലെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറ്റിയില്ല. ഇതിൽ തന്നെ കയറ്റി. ഇതിൽ അത്യാവശ്യം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ അവർ റൈഡ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ല, തലകറക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ നല്ല ചില്ലായിട്ട് തന്നെ ഇരുന്ന്. മാളൂട്ടി നല്ല ഹാപ്പി ആയിരുന്നു. മാളൂട്ടി നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളെ നോക്കി ടാറ്റ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിങ്കിയും ജാനിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്, പിങ്കി ജാനിന്ന്. അപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി തല കറങ്ങുന്നുണ്ടോ. അപ്പോൾ ഇല്ല, അവർ നന്നായിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കൈയൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമായി. ഒന്ന് രണ്ട് റൈഡ്സിലൂടെ കയറിയിട്ട് നമ്മൾ തിരിച്ച് കാറിൽ പോയി കയറി വീട്ടിലോട്ട് പോകാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കരമായ ട്രാഫിക് ജാം. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് കാറ് പിന്നെയും വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പിന്നെ മുകളിൽ കയറി. അടുത്ത നോക്കിയപ്പോൾ ടോയ് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞ് ആദ്യമേ ബഹളം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ടോയ് ട്രെയിനിൽ കൂടെ കയറാമെന്ന് കരുതി. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ ആൾ കുറയുമല്ലോ എന്ന് കരുതി ഞങ്ങൾ നേരെ ടോയ് ട്രെയിനിൽ കയറി പോവുകയാണ്. അപ്പോൾ അതും അവരുടെ ആഗ്രഹം അതും ഒന്ന് സാധിച്ചു കൊടുത്തു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 ആണ്, ഡേ 2 ഇൻ പൂനെ. അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞാനും ജാനിയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ ജാനി ഇങ്ങോട്ട് നോക്ക്. ജാനി അപ്പം നമ്മൾ ഇന്നത്തെ ട്രിപ്പിൽ ഇന്ന് ട്രയോ ആണ്. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. അപ്പം പിങ്കിയും ചേട്ടന്മാരും മാളൂട്ടിയും വന്നിട്ടില്ല. പിങ്കിക്ക് വയറ്റിന് സുഖമില്ല. പിന്നെ ചേട്ടനാണെങ്കിൽ രാത്രി വർക്കുള്ളത് കൊണ്ട് തന്നെ ചേട്ടന് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അവർ 4 പേരും വീട്ടിൽ നിർത്തി. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിനാണ് വന്നത്. നമ്മൾ അവന്യൂ മോളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എവിടെയും പോയില്ലെങ്കിൽ പിന്നെ ഇന്നൊരു ദിവസം വെറുതെ വേസ്റ്റ് ആയിട്ടില്ലേ എന്ന് കരുതിയിട്ട് ചേച്ചി പറഞ്ഞാൽ പിന്നെ നമുക്ക് മോളിലൊക്കെ പോയിന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് എനിക്കൊന്ന് ചില്ലായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ജാനി ഓക്കെ ആയിരുന്നു. അപ്പോൾ ജാനി ഒന്ന് വെളിയിലൊക്കെ ഒന്ന് ഇറക്കാമല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ഇപ്പോൾ മുകളിലോട്ട് വന്നിരിക്കുവാണ്. അവിടെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറി. അപ്പം ഇന്നലത്തെ പോലത്തെ മുകളിൽ അത്രയും തിരക്കൊന്നുമില്ല. ഇന്നലത്തെ പോലത്തെ തിരക്കില്ലെന്ന് മാത്രമല്ല, ഇന്ന് തീരെ തിരക്കില്ല. ഇന്ന് വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കയറി വരുന്നത് തന്നെ ചെറിയൊരു ഫാൻസി കടയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കമ്മൽ, മാല തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉള്ള ഒരു ചെറിയൊരു ഫാൻസി കട. അപ്പോൾ അവിടെ 1-2 പേരൊക്കെ നിൽപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളയൊക്കെ നോക്കി, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അടുത്ത് ഐസ്ക്രീം കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, അമൂലിൻ്റെ ഐസ്ക്രീം. അതുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിലോട്ട് കയറി. നമ്മൾ കയറിയത് DIY എന്ന് പറഞ്ഞൊരു സ്റ്റോറിലാണ് നമ്മൾ കയറിയത്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഗ്ലാസ് ജാറിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ജാർസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പല ടൈപ്പ് ജാറുകളുണ്ട്. 19 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പല ഷേപ്പിൽ, പല വലുപ്പത്തിൽ, പല മോഡലിൽ നമുക്കവിടെ കാണാൻ പറ്റും. തടിയുടെ അടപ്പൊക്കെ വരുന്നതുമൊക്കെ ഞാനവിടെ കണ്ട്. എനിക്കാണെങ്കിൽ ഇതെല്ലാം എടുക്കണമെന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മളെങ്ങനെ തിരിച്ച് യാത്ര ചെയ്ത് വരുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലഞ്ച് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഗ്ലാസിൻ്റെ ജാറുണ്ട്. പക്ഷേ മക്കൾക്കൊന്നും അതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാര്യം അവരത് പൊട്ടിക്കും. പിന്നെ സ്റ്റീലിൻ്റെ തന്നെ
പാത്രങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റുന്ന ഈ സ്റ്റീലൊക്കെയാണ് നല്ല ക്വാളിറ്റിയുള്ള. ഇത് നല്ല വെയിറ്റാണ്. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ പിടിക്കുമ്പോൾ നല്ല ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് വെയിറ്റുണ്ട്. അവിടുത്തെ പാത്രങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സെറാമിക്കിൻ്റെ കപ്പുകളാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ പാത്രങ്ങളാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമുക്കവിടെ കാണാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെതാണ്. നമുക്ക് നമ്മൾ ഇവിടെയൊക്കെ കിട്ടുന്ന പോലത്തെ അല്ല, കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട്, കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി കൂടുതലായിട്ടുള്ളതാണ്. കാര്യം പൂനെയിൽ കൂടുതലും എനിക്കൊന്ന് സ്റ്റീലിൻ്റെയൊക്കെ ഫാക്ടറീസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം സ്റ്റീലിൻ്റെ ഒരുപാട് നല്ല പ്രോഡക്റ്റ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ കുറേ കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ഡ്രസ്സാണെങ്കിലും ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ നമുക്ക് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലിറങ്ങി ഒരു കുൽഫി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മലായി കുൽഫി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മലായി കുൽഫി കിട്ടിയില്ല. അങ്ങനെ ഞാൻ പിന്നെ ചിക്കുവിൻ്റെ ഒരു കുൽഫി വാങ്ങിച്ച് തൽക്കാലം ആ കൊതി അങ്ങ് തീർത്തു. അപ്പം തണുപ്പും കൂടെ ആയതുകൊണ്ട് ജാനിക്ക് കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ജാനി കഴിക്കാൻ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് കുൽഫി പിന്നെ അധികം കൊടുക്കാൻ നിന്നില്ല. വേറെ നമ്മൾ പുറത്തിറങ്ങി അമുലിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാമെന്ന് കരുതി. അപ്പം അതിൻ്റെ തന്നെ നമ്മളെ ഇളനീരിൻ്റെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കൂടാതെ നമ്മളെ ബട്ടർ സ്കോച്ചും വിത്ത് ചോക്ലേറ്റ് വരുന്ന ടോപ്പിങ്ങും കൂടെ വരുന്നത് വാങ്ങിച്ച്. അപ്പോൾ അത് വാങ്ങിച്ച് ജാനിക്ക് കൊടുത്ത് ജാനി ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. ചേച്ചി വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അധികം മധുരം കഴിച്ചില്ല. ഇത് മൊത്തം ഞാൻ തന്നെയാണ് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകണം. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.